ഹായ് ഓൾ. ഞാനൊരു DIY ഹെയർ മാസ്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം അതിൻ്റെ ഒന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഞാനിവിടെ ഒരു 2 വലിയ ടേബിൾ സ്പൂൺ ചോറ്, വേവിച്ച ചോറാണ്. അതിൻ്റെ തന്നെ കഞ്ഞിവെള്ളം, ഒരു മുട്ട, പിന്നെ ഇത് ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ ഓപ്ഷണലായിട്ട് ഇത് ബദാം പിസിൻ എന്ന് പറയും. അല്ലെ ബദാമിൻ്റെ മരത്തിൻ്റെ ഒരു കറയാണ് നമ്മൾ വെയിറ്റ് ലോസിനും ഇമ്മ്യൂണിറ്റി സ്ട്രെങ്ത്തിന് പിന്നെ കൂളൻ്റ് നാച്ചുറൽ നമ്മുടെ ബോഡി തണുപ്പിക്കാനൊക്കെ ആയിട്ട് സമ്മറിലൊക്കെ ഈ ജിഗർദന്ത എന്നൊക്കെ പറയാം അതിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇതെൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അതുകൂടി ആഡ് ചെയ്യാൻ നോക്കിയിട്ട് ഓൺലൈൻ നോക്കിയിട്ട് നല്ല ഓപ്ഷനാന്ന് കണ്ടുകൊണ്ട് എടുത്താണ്. ഇതെല്ലാം കൂടി ഞാൻ മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ചിട്ട് അതിനെ ഞാൻ നല്ലൊരു എന്താ പറയുക നല്ലപോലെ അടിക്കണം കേട്ടോ. അതിൻ്റെ ചോറിൻ്റെ അംശമൊന്നും വരാതെ നല്ലപോലെ അടിച്ചിട്ട് ഞാൻ എൻ്റെ മുടിയിലേക്ക് തേച്ച് കൊടുക്കുകയാണ്. എനിക്ക് കുറേ നാളായിട്ട് നല്ലപോലെ ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു സെൽഫ് കെയർ സീരീസ് പോലെ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ അതിൽ ഹെയർ മാസ്ക് പോലെ തലയിൽ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട്സ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് തേച്ചിട്ട് ഞാനൊരു 45 മിനിറ്റ്സ് ആണ് തലയിൽ വെച്ചത്. അത് ആദ്യമായിട്ട് തേക്കുന്നവർക്ക് ഒരു എന്താ പറയാ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള തലയ്ക്ക് നീരിറങ്ങും അല്ലെങ്കിൽ തലവേദനിക്കും എന്നൊക്കെ തോന്നുവാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. കുറച്ച് ടൈം അതായത് ഒരു 15 മിനിറ്റോ അല്ലെ 10 മിനിറ്റോ അങ്ങനെയൊക്കെ ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇതൊരു 3/4 മണിക്കൂർ തലയിൽ വെച്ചായിരുന്നു. ഞാൻ പിന്നെ എണ്ണയൊന്നും അങ്ങനെ ഇടാത്തൊരു ടൈപ്പാണ് ഞാൻ. കാരണം എനിക്ക് ഓയിലി സ്കാൽപ്പാണ് ഓൾറെഡി. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഓയിലൊക്കെ അത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതിപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഒരു ഹെയർ മാസ്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നതുകൊണ്ടാണ്. അപ്പം ഇനിയൊന്ന് കെയർ ചെയ്യുന്നതുകൊണ്ട്. അപ്പം ഇതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ വാഷ് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. ഞാനൊരു 45 മിനിറ്റ്സ് ഇത് വെച്ചിരുന്നു. ആ 45 മിനിറ്റ്സിൻ്റെ സമയത്ത് ഞാനൊരു ചെറിയ ഫേഷ്യൽ കൂടി ചെയ്തിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ താഴെ വേറെ കൊടുക്കുന്നുണ്ട്. അപ്പം അതും ചെക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡു ലൈക്ക്, സപ്പോർട്ട്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലേക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ മാസ്ക് DIY വീഡിയോ. ഇതിൻ്റെ റിസൾട്ട്സ് ഞാൻ അവസാനം കൊടുക്കുന്നതാണ്. അപ്പോൾ മുടി ഇതേപോലെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഇത് കഴുകേണ്ടത്. അതായത് ഞാൻ കഴുകിയത് 45 മിനിറ്റ്സ് കഴിഞ്ഞാണ്. അപ്പം ഞാൻ ഉപയോഗിച്ച ഷാമ്പു വന്നിട്ട് അനോമലിയുടെ ജെന്റിൽ ഷാമ്പു ആണ്. ഞാൻ ഇതും ഇതിൻ്റെ ഒരു വേറൊരു ടൈപ്പുമാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. ഇതാണ് റിസൾട്ട്സ്. എനിക്ക് കുറച്ചുകൂടി മുടിക്ക് നല്ലൊരു കട്ടിയും ഷൈനൊക്കെ വന്ന പോലെ തോന്നിയായിരുന്നു. ജസ്റ്റ് വൺ വാഷിൽ നമുക്ക് ഹെയർ മാസ്കിൽ അത്രയും ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്നത് തന്നെ സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഡു ട്രൈ ഇറ്റ്. ഇഷ്ടപ്പെട്ട കോമൻറ്റിൽ പറയുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഒരു ഹെയർ ബട്ടർ ഉണ്ട്. കാരണം ഞാൻ തലയിൽ ഓയിൽ ഇടാറില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് എർത്ത് റിതത്തിൻ്റെ ഹെയർ ബട്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റാണിത്. ഇതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ഞാൻ വേണമെങ്കിൽ വേറെ ഇടാം. എന്നാലും ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. ഞാൻ ഇത് ഹെയറിൽ നനഞ്ഞ ഹെയറിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ജസ്റ്റ് ഒരു എണ്ണമയം കിട്ടും, അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ ഓയിലി ആവത്തില്ല, എന്നാൽ ജസ്റ്റ് ഒരു കണ്ടീഷൻഡ് ലുക്ക് കിട്ടും. അപ്പോൾ ലീവിനായിട്ട് ഇത് ഇടാവുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബെറ്റർ ഗോ ടു ഓപ്ഷൻ. ഞാനിത് കുറേ നാളായിട്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവരിത് ലോഞ്ച് ചെയ്തപ്പോൾ തൊട്ടേ ഇത് ഉപയോഗിക്കുന്നതാണ്. അതിൽ നിന്നും പ്രോഡക്റ്റിൻ്റെ എന്താ പറയുക ഒരു വേരിയന്റ് പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. സെയിം തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ താങ്ക് യു.